Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് മൊത്തത്തിൽ ഒരു 4 റെസിപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യത്തെ റെസിപ്പി ബോട്ടിൽ ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കറിയാണ്. നമ്മൾ തേങ്ങ അരച്ച് തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കത്തില്ലേ, അതേ കറിയാണ്. പക്ഷെ അതിന് ഇവിടെ പറയുന്നത് മജ്ഗെ ഉളി എന്നാണ്. കർണാടകയിൽ മജ്ഗെ ഉളി എന്ന് പറയും. അപ്പോൾ ഇത് ബോട്ടിൽ ഗാർഡ് വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ സാധാരണ കുമ്പളങ്ങയില്ലേ, അതും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സാലഡ് കുക്കുംബർ ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ബോട്ടിൽ ഗാർഡ് വെച്ചിട്ടാണ്. ഒരു ചെറിയ സൈസിലുള്ള ബോട്ടിൽ ഗാർഡാണ് എടുത്തേക്കുന്നത്. ഈ ഒരു സൈസ് ഉണ്ടാവും. ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ പീലർ വെച്ചിട്ട് പെട്ടെന്ന് പീൽ ചെയ്തെടുക്കുകയാണ്. എളുപ്പമാണ് കേട്ടോ, ഈസിയായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ആ തൊലിയൊക്കെ കളഞ്ഞു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ അഥവാ കുരു നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, മൂത്ത കുരു ആണെങ്കിൽ അതങ്ങ് കളയാം. അതല്ല ഇതുപോലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതേപോലെ കുക്കറിലിട്ട് വേവിക്കുന്നില്ല. കുക്കറിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് കുക്കറിലല്ല ഇട്ട് വേവിക്കുന്നത്, ചട്ടിക്കകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ഒരു ബോട്ടിൽ ഗാർഡ് കംപ്ലീറ്റ്ലി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ട്. ഇനി നമുക്ക് ചട്ടിയിൽ വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ബോട്ടിൽ ഗാർഡ് പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അരയ്ക്കുന്ന സമയത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പച്ചമുളകും കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണിന് മേലെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തു. ഇനി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണേ. വെള്ളം ഒരുപാടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മുടെ സാധാരണ കുമ്പളങ്ങ പോലെ തന്നെയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അതുകൊണ്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചുള്ളൂ. സോ ഒരേപോലെ വെന്ത് കിട്ടാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെറിയ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളൊന്ന് നോക്കി ചേർത്താൽ മതി, കുറച്ച് മാത്രം മതി, അധികം വേണ്ട. കാരണം നമ്മൾ തൈരും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയെ. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടലമാവിന് പകരം ഈ കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് 2 മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം 1 ടീസ്പൂൺ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായാലും കുഴപ്പമൊന്നുമില്ല, അതില്ലെന്നുണ്ടെങ്കിൽ കടലപ്പൊടി ചേർത്താലും മതി. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് വേണം കുറച്ച് കടുക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാനായിട്ട്. അരയ്ക്കുന്നില്ല, ജസ്റ്റ് ആ ഒരു പൾസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. കാരണം കടുക് അരച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഴിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പൾസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബോട്ടിൽ ഗാർഡും വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് അരപ്പൊന്ന് ഒഴിക്കാം. എന്നിട്ട് ഈ ജാറ് കഴുകി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഈ നമ്മളിപ്പോൾ ചേർത്തേക്കുന്ന അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ തൈര് ചേർക്കുമല്ലോ. തൈര് ചേർക്കുന്ന സമയത്ത് ഇത് അധികം ചൂടാക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കൊന്നെങ്കിൽ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തൈര് ഒന്ന് ഉടച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ തൈര് ഒട്ടും പുളിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം തന്നെ ഈ കറി റെഡിയാക്കി വെക്കും. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് പുളി വരും. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിൽ ഓൾറെഡി ചട്ടിയിലാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് ചൂടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച ജാറിൽ തന്നെ തൈരൊന്ന് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് തന്നെ നമ്മളിനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തൈര് ഒഴിച്ചതിന് ശേഷം കറി ചൂടാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലേ. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. ഇനി കറിയിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചു, നല്ല ജീരകം ചേർത്ത് കൊടുത്തു, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി. ഇനി നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലിയില ഇങ്ങനെ ഇടാൻ താല്പര്യമില്ല, അരയ്ക്കാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കത്തില്ലേ, ആ ഒരു സമയത്ത് തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് പക്ഷേ ഇങ്ങനെ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള മജ്ഗെ ഉളി റെഡി ആയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സാധാരണ കുമ്പളങ്ങ വെച്ചിട്ടും ചെയ്യാം, പിന്നെ വെള്ളരിക്ക വെച്ചിട്ടും ചെയ്യാം, അതേപോലെ സാലഡ് കുക്കുംബർ വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ റെസിപ്പി ആയിട്ട് കാണിക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആൻഡ് പിറ്റേ ദിവസത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തലേദിവസത്തിന് കറി റെഡിയാക്കി വെച്ചാൽ മതി. എന്നാലേ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി എന്ന് പറയുന്നത് തെരണ്ടിക്കറിയാണ്. ഞാൻ ആദ്യമേ പറയട്ടെ, ഇതൊരു തട്ടിക്കൂട്ട് തെരണ്ടിക്കറിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നത്, പക്ഷേ ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തെരണ്ടി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 8-10 ചെറിയുള്ളി കാണും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കാണും, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇത്രയാണ് കേട്ടോ ചതച്ചേക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ചാണ് ചതച്ചത്. എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്തതാണ്. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചേർത്തു എന്ന് മാത്രം. കാരണം ഞാൻ വെച്ച് രാത്രി ആയി, ഓൾറെഡി തലേദിവസം തന്നെ ഉണ്ടാക്കി വെക്കുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി രാത്രി ആയി. ഇനിയിപ്പോൾ എല്ലാം കൂടി സെപ്പറേറ്റ് ആയിട്ട് വഴറ്റിക്കൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചതച്ച് ഒരുമിച്ച് അങ്ങ് ഇട്ടു. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കശ്മീർ റെഡ് ചില്ലി പൗഡറും 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തേക്കുന്നത്. ഇതിന് നല്ലതുപോലെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പൊടികളൊക്കെ വറുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സമയം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളെപ്പോഴും സ്ലോ കുക്കിംഗ് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടും എന്നറിയാം. പക്ഷെ എന്നാലും സമയമില്ലാത്ത സമയത്ത് ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 മുറി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഞാനിപ്പോൾ 1/2 മുറി ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ പുളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 മുറി തക്കാളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ തക്കാളി ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വന്നാൽ മതി. ഒരുപാടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരുന്നവരെ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പം തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും. അത്രയും മതി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീൻ കറിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി ഒന്ന് വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരുപാടല്ല, ജസ്റ്റ് കുറച്ച് ചാറ് മാത്രം ബാക്കി വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ നേരത്തെ തന്നെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുടംപുളി ഇല്ലേ, അതൊന്ന് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോ മീനിൻ്റെ താഴെയാണ് എടുത്തേക്കുന്നത്. കാരണം 1/2 കിലോ മീനെ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. അതിൽ നിന്ന് കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്തു. പിന്നീട് ബാക്കിയുള്ള പീസസാണ് കറിക്ക് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത്. ഇതിനി ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് മീറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇട്ട് ഇളക്കരുത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാൽ ഞാൻ ജസ്റ്റ് പറയുകയാണ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഇതിട്ട് ഇളക്കുന്നില്ല, ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന രീതിയിൽ ആക്കിയതിന് ശേഷം ചുറ്റിച്ചു കൊടുക്കുക. അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് നല്ലതുപോലെ ഈ മീനൊന്ന് വെന്ത് വരും. പെട്ടെന്ന് തന്നെ വെന്ത് വരും, അധികം സമയം എടുക്കില്ല. പിന്നെ ഇത് ഞാൻ തലേദിവസം രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം മൊത്തം വരിച്ചെടുക്കുന്നില്ല, കാരണം പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ബാക്കിയുള്ളപ്പോൾ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് ചുറ്റിച്ചെടുത്തു. എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇതിങ്ങനെ തന്നെ അടച്ചു വെക്കാൻ പോവാണ്. പിറ്റേ ദിവസം ആകുമ്പം ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോഴേക്കും നമ്മുടെ കറിയുടെ കളറൊക്കെ മാറി കുറച്ചും കൂടി ഡാർക്ക് കളറായി വരും. പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ചേർത്ത് കൊടുക്കാമല്ലോ പിറ്റേ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേ ദിവസം ഞാൻ ഇത്ര ചെയ്ത് വെക്കുന്നുള്ളേ. പിറ്റേ ദിവസം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റി വന്നപ്പോഴത്തേക്കും നമ്മുടെ കറി ഇതുപോലെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കൊടുത്തുവിട്ട സൈഡ് ഡിഷ് ഉണ്ടല്ലോ, പന്നീരും മഷ്റൂം ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. അതൊന്ന് മെൽട്ടായി വരുമ്പോൾ ഒരു പാക്കറ്റ് പന്നീർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. നീളത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പനീർ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നതിന് വരെ എല്ലാ സൈഡും തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെക്കണം. എന്നിട്ട് സെയിം പാനിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഷ്റൂം ഒരു പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മഷ്റൂം കംപ്ലീറ്റ്ലി എടുത്തിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതും ഒന്ന്
ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഷ്റൂമിലെ വെള്ളം എല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മൾ കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത്, ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ആ വെള്ളം കംപ്ലീറ്റ്ലി ഒഴിവാക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ആദ്യമേ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ വെള്ളം എല്ലാം കംപ്ലീറ്റ്ലി മഷ്റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വന്നാൽ മതി. ഇപ്പോൾ ഇതാ ഓൾമോസ്റ്റ് വെള്ളം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മഷ്റൂം മാറ്റി വെക്കാം. മഷ്റൂമിന് പിന്നെ അധികം വേവൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടിക്കോളൂ. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം സെയിം പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് ചൂടായി വരുന്ന സമയത്ത്, ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് 3 വറ്റൽമുളകും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വറ്റൽമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നീളത്തിൽ അരിഞ്ഞേക്കുന്ന ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാനിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിന് പകരം നീളത്തിൽ അരിഞ്ഞും ചേർത്ത് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ താല്പര്യം പോലെ. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. ഉള്ളി അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് പോകണമെന്നോ അല്ലെങ്കിൽ ബ്രൗൺ കളർ ആവണോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഉള്ളി നിന്ന് വാടി വന്നാൽ മതി, അത്രേ ഉള്ളൂ. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നോക്കി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കുന്ന പനീരിനും മഷ്റൂമിൻ്റെ കണക്കിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 1/2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് നടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതെല്ലാം വാടി വരണമെന്ന് ഒരു നിർബന്ധവും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി. അതായത് കംപ്ലീറ്റ്ലി വെന്ത് പോകണമെന്നല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഇപ്പം ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി അങ്ങോട്ട് എളുപ്പമാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പനീരും അതേപോലെ തന്നെ മഷ്റൂം ഉണ്ടല്ലോ, ഇത് രണ്ടും അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് 1-2 മിനിറ്റ് മാത്രം. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മഷ്റൂം പനീർ ജാൽഫ്രസി റെഡിയാണ് കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റിലെ മെനുവിൽ വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ എത്ര എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് മഷ്റൂമും പനീരും തന്നെ വേണമെന്നില്ല. ഒന്നുകിൽ മഷ്റൂം മാത്രമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പനീർ മാത്രമായിട്ട് ഉണ്ടാക്കാം. ഇനി ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം കൂടി, നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്കൊക്കെ നല്ല കോംബോ ആണ് കേട്ടോ. എത്ര എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത് ഏറ്റവും തട്ടിക്കൂട്ടായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പച്ചക്കായ പെരട്ടെന്ന് വേണമെങ്കിൽ പറയാം. തോരൻ ഞാൻ പറയില്ല, കാരണം ഇത് കുറച്ചൊരു വെന്ത പരുവത്തിലൊക്കെ ആയിരിക്കും ഞാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നത്. തോരനാണെങ്കിൽ നമ്മൾ കുക്കറിലിട്ട് വിസിലൊന്നും അടുപ്പിക്കത്തില്ലല്ലോ, പക്ഷെ ഞാനിത് കുക്കറിലിട്ടൊന്ന് വിസിലൊക്കെ അടുപ്പിക്കും പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പച്ചക്കായ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഒറ്റയൊരു വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ മതി. അപ്പോഴേക്കും പച്ചക്കായ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ ഇവിടെ വറ്റൽമുളകൊന്നും ചേർത്തിട്ടില്ല. നേരിട്ട് പച്ചക്കായ ചേർത്ത് കൊടുക്കുക ചെയ്തത്. എന്നിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കരിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ്. എനിക്ക് തോരൻ പോലൊക്കെ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റാ.